പിള്ളി പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തെ മൊത്തമായിട്ട് എൻ്റെ എടുത്തു നോക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൽ എണ്ണപ്പെട്ട് നിൽക്കുന്ന മുഹൂർത്തങ്ങളിൽ ഒന്നാണ് ഇത്. ഈ സമയത്ത് കൂടുതൽ പറയാതിരിക്കലാണ് ഉചിതം. രണ്ട് കാര്യം കൊണ്ട്: ഒന്ന്, പെട്ടെന്നൊന്നും ഓർമ്മ വരില്ല കാര്യങ്ങൾ; രണ്ട്, സമയമേറെ വൈകിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇതൊരു ഹംസഗാനം കൂടിയാണ് എൻ്റേത്. ഹംസഗാനം എന്ന് പറഞ്ഞാൽ പുലരാൻ കാലത്ത് ഒരു പക്ഷി പാടുന്ന ഏറ്റവും അവസാനത്തെ പാട്ടാണത്രേ ഹംസഗാനം എന്ന് പറയുന്നത്. ഈ നമ്മുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഒരു അധ്യാപകനായി നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ അവസരമായിരിക്കും എൻ്റേത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുകയാണ്. ഈ സ്ഥാപനത്തെ ഞാൻ എന്താക്കി എന്നോ എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോയതെന്നൊന്നും പറയുന്നില്ല. അതെല്ലാം ഞാൻ പറയേണ്ടതല്ല. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജനമനസ്സുകളിൽ ഉണ്ടാകുന്ന കാര്യമാണ്. അതിനപ്പുറം എപ്പോഴും ഒരു വ്യക്തി എങ്ങനെയാണ് അതായി മാറുന്നത് എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഞാനായി മാറിയ, എന്നെ ഞാനാക്കി മാറ്റിയ ഘടകങ്ങൾ, അതിനെക്കുറിച്ചാണ് എനിക്കിന്ന് പറയാനുള്ളത്. മറ്റൊന്നും എനിക്ക് പറയാനില്ല. അതിൽ ഓർക്കേണ്ട ഒരു കാര്യം, 93 ജൂലൈ 15 അവിടെ ചേർന്നത്. 92 ടീച്ചിങ് പ്രാക്ടീസിനായിട്ട് ഇവിടെ വന്നത്. അതൊരു പനിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ആയിരുന്നു. പ്രിൻസിപ്പലിൻ്റെ വക പനിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. വളരെ ശപിച്ചുകൊണ്ടാണ് ഈ സ്കൂളിലേക്ക് കയറിയതെന്ന് ഏതോ ഒരു സ്കൂൾ, ഹൈസ്കൂൾ വാണിയങ്ങൾ കേട്ടിട്ടേ ഇല്ല. ഒരുപാട് ദൂരം നടന്ന് ഇവിടെ എത്തി. ആകപ്പാട് ശ്മശാന മൂകത. ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്, കുട്ടികൾ വളരെ കുറവ്. അത് വരാനുള്ള കാരണങ്ങളിൽ പിന്നീട് വരുമ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം വായനശാലയിൽ പോകുന്നൊരു ഏർപ്പാടുണ്ട്. ടീച്ചിങ് പ്രാക്ടീസും കഴിഞ്ഞു, ബി.എഡും കഴിഞ്ഞ് പിറ്റേ വർഷം നമ്മൾ സാധാരണത്തെ പോലെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. ഒരു ദിവസം വൈകുന്നേരമുണ്ട്, പെട്ടെന്ന് ഒരാൾ ദൂതുമായി എത്തുന്നു വായനശാലയിലേക്ക്. നോക്കുന്ന പ്രിയങ്കരനായ നാരായണ മാഷാണ്. നാരായണ മാഷ് പറഞ്ഞത്: രാജീവേ, മാനേജറും അധ്യാപകരും ടീച്ചറൊക്കെ താൻ അവിടെ വരണം എന്നാണ് പറയണത്. താൻ വരിക. അയ്യോ മാഷ, ഞാൻ ആ പരിപാടിക്ക് ഇല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അന്ന് നമുക്ക് ഒരു എയ്ഡഡ് സ്കൂളിൽ കയറണമെന്ന് താല്പര്യമില്ല. എനിക്ക് വേറെ ചില ലക്ഷ്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു നോക്കി. അപ്പോൾ നോക്കുമ്പോൾ സുരേഷൊക്കെയാണ് അതിൻ്റെ പിന്നിൽ, സുരേഷ് മാഷൊക്കെയാണ് അതിൻ്റെ പിന്നിൽ കരുക്കൾ നോക്കിയിട്ടുള്ള മനസ്സിലായി. ഞാൻ വീട്ടിൽ വന്നു, മാഷയും കൂട്ടി വീട്ടിൽ വന്നു. മാഷ അച്ഛനോട് സംസാരിച്ചു എന്ന് തോന്നുന്നു, അല്ലേ മാഷേ? അച്ഛനോട് സംസാരിച്ചു. അച്ഛൻ എന്താണ് വേണ്ടതെന്ന് ആലോചിക്കാമെന്ന് പറഞ്ഞു. വീട്ടിൽ വൈകുന്നേരം ഡിസ്കഷൻ ഉണ്ടായി. വേണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ ഞാൻ വേണ്ട എന്ന തീരുമാനത്തിലാണ് ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ശക്തമായിട്ട് എന്നോട് അതല്ല, ഒരവസരം കിട്ടിയാൽ ചേരണം എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ എൻ്റെ എഴുത്തിയമ്മയുണ്ടായിരുന്നു, മൂത്ത ഏട്ടൻ്റെ ഭാര്യ. അതുപോലെ മൂത്ത പെങ്ങളുടെ ഭർത്താവ്, ഞാൻ അപ്പോട്ടെന്ന് വിളിക്കും. അവരൊക്കെ ശക്തമായിട്ട് പറഞ്ഞു അത് വേണ്ട, പറ്റില്ല. ഇങ്ങോട്ട് തേടി വന്നൊരു അവസരത്തെ നമ്മൾ തള്ളിക്കളയരുത്, പിന്നീട് ഉണ്ടായില്ലെങ്കിലോ എന്ന് പറഞ്ഞ് അവസരം ആ ഒരു പേടി കൊണ്ട് ചേരാൻ തീരുമാനിച്ചു. എപ്പോഴും നമുക്കൊരു ആശങ്കയുണ്ടല്ലോ, ഇത് കളഞ്ഞാൽ മറ്റെന്തെങ്കിലും കിട്ടാതിരുന്നാലോ എന്ന ഒരു ആശങ്ക കൊണ്ട് മാത്രം ഇവിടെ ചേരാൻ തീരുമാനിച്ച് അവിടുന്ന് സൈൻ ചെയ്യാൻ വരുമ്പോൾ ഇറങ്ങാൻ സമയത്ത് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞ ഒരു വാചകം ഞാനിവിടെ ഓർമ്മിക്കുകയാണ്. അധ്യാപനം എന്ന് പറയുന്നത് 10 മണി മുതൽ 4 മണി വരെ നീണ്ടു മാത്രമുള്ള ഒന്നല്ല. അധ്യാപകൻ സമയമില്ല, മുഴുവൻ സമയമാം അധ്യാപകനാണെന്ന് നീ ഓർക്കണം എന്നൊരു വാചകം പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാതൃകയാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളത് എൻ്റെ അച്ഛനെയാണ്. അച്ഛൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കുക, അച്ഛൻ ക്ലാസ് എടുക്കുന്ന പോലെ ക്ലാസ് എടുക്കുക, അച്ഛൻ പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കുക, അച്ഛൻ മറ്റുള്ളവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന പോലെ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയായിരുന്നു എൻ്റെ കുട്ടിക്കാലം മുതൽക്കേയുള്ള ഒരു മോഹം. അത് അനുകരിക്കാൻ ശ്രമിക്കലാണ് എൻ്റെ ജീവിതം അന്നും ഇന്നും. എത്രമാത്രം വിജയിച്ചു എന്ന് എനിക്കറിയില്ല, പൂർണ്ണമായി വിജയിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പ്. കാരണം അത്രമാത്രം ഉയരത്തിലായിരുന്നു അച്ഛൻ. ആ അച്ഛനെ ഇന്ന് എനിക്കിവിടെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. ഇവിടെ റിട്ടയർ ചെയ്യുമ്പോൾ അച്ഛൻ പറഞ്ഞ ഒരു വാചകമുണ്ട്. അന്ന് TR ഇവിടെ ഉണ്ടായിരുന്നു. നീ പേടിക്കുന്നു വേണ്ടോ, എന്തൊക്കെ സംശയം ഉണ്ടായിരുന്നു എനിക്ക്, വേണോ വേണ്ടേ, ശരിയായോ? അപ്പോൾ പറഞ്ഞു, നിനക്ക് ഫുൾ പെൻഷൻ കിട്ടുന്ന വാചകം. 32 വർഷത്തോളം സർവീസ് ഉണ്ടാവും. അന്ന് പറഞ്ഞ വാചകമാണ്. അച്ഛൻ മൺമറഞ്ഞു പോയി.
പിന്നെ അമ്മ മറ്റൊരു തലത്തിലാണ് എന്നെ സ്വാധീനിച്ചത്. കഠിനമായി ശാസിച്ച്, കഠിനമായി സ്നേഹിച്ച്, പ്രകൃതിയെയും സഹജീവികളെയൊക്കെ സ്നേഹിക്കാൻ പഠിപ്പിച്ച അമ്മ. ഈ രണ്ട് വ്യത്യസ്തതകൾ കൂടി ചേർന്ന ഒരു പേഴ്സണാലിറ്റിയാണ് പൊതുവെ ഞങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. എൻ്റെ വീട്ടുകാർ മുഴുവൻ ഇവിടെയുണ്ട്. ഞങ്ങൾ 4 മക്കളാണ്, 4 പേരും ഇവിടെയുണ്ട്. അവരുടെ പാർട്ട്നേഴ്സ് ഇവിടെയുണ്ട്. എൻ്റെ ഭാര്യ, എൻ്റെ ചെറിയ മകൻ ഇവിടെയുണ്ട്. അവരൊക്കെ ഇവിടെയുണ്ട്. ഇവിടെ വന്ന് ജോയിൻ ചെയ്ത കാലത്ത് ശാന്ത ടീച്ചർ മുമ്പിലേക്കാണ് എത്തിയത്. എനിക്ക് തോന്നുന്നത് എൻ്റെ സർവീസിന് മികച്ചൊരു തുടക്കം, സ്പ്രിംഗ് ബോർഡ് എന്ന് പറയില്ലേ നമ്മൾ, ചാടാൻ കിട്ടിയ ഒരു ഊർജം തന്നത് ടീച്ചറാണ്. ടീച്ചർ ഇന്നും ചെറുപ്പമായിരിക്കുകയാണ് അവിടെ. ടീച്ചർ പുതിയ സംരംഭങ്ങൾ ഇപ്പോഴും തുടങ്ങിയിട്ടുണ്ട്. 28 വർഷം മുമ്പ് റിട്ടയർ ചെയ്ത ആളാണത്രേ. ആ ടീച്ചർ തന്നെയാണ് നമ്മുടെ മാതൃക. ഞങ്ങൾ ഒഴിവ് സമയങ്ങളിൽ പാട്ട് പാടി നടന്നിരുന്നു. ടൂറ് പോകുമ്പോൾ ടീച്ചർ മുൻപ് പാടും, എല്ലാവരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിൽ നിന്ന് എന്ന പാട്ടൊക്കെ ടീച്ചറുടെ ഹിറ്റ് പാട്ടാണ്. അതൊക്കെ സ്ഥിരമായിട്ട് പാടിയിരുന്ന ഒരു സമയം. ബിദുലിനെ ഓർമ്മ വരുന്നു. ബിദുൽ ഈ വർഷം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ വർഷം ഞങ്ങൾക്ക് ഒരുമിച്ച് റിട്ടയർ ചെയ്യേണ്ട ആൾ കൂടിയായിരുന്നു. ആ സമയത്ത് സ്കൂളിന് വേണ്ടി ഏറെ പ്രവർത്തിക്കാൻ സാഹചര്യം കിട്ടി. അതിന് ടീച്ചർ അനുവാദം തന്നു. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു നെടുന്തൂൺ എന്ന് പറയുന്നത് സുരേഷ് മാഷ് തന്നെയാണ്. ഇന്ന് ഈ വിദ്യാലയം ഈ നിലയ്ക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ശക്തമായി പ്രവർത്തിച്ച കൈകൾ ഒരാൾ സുരേഷ് മാഷാണ്. ഞങ്ങളൊക്കെ അതിനൊപ്പം നടന്നു എന്ന് മാത്രം. സുരേഷ് മാഷിനെ പറയാതെ എനിക്കിവിടെ ഇത് അവസാനിപ്പിക്കാൻ പറ്റില്ല. രണ്ടാമത് സ്വാധീനിക്കുന്നത് എൻ്റെ വീട് തന്നെയാണ്. ഞാൻ പറഞ്ഞു, വീട്ടിലെല്ലാവരോടും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അച്ഛനും അമ്മയും കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അമ്മയുടെ സ്ഥാനത്തുള്ളത് ഞങ്ങളുടെ പെങ്ങൾ, മൂത്ത പെങ്ങൾ ഓപ്പോൾ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ആളാണ് ഉഷ. അവർ SBI റിട്ടയർ ചെയ്ത് ഇപ്പോൾ വിശ്രമം എന്ന് പറയാൻ പറ്റില്ല, നല്ല ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പോളുടെ മൂത്ത മകള് ദിവ്യ ഇവിടെ വന്നിട്ടുണ്ട്. ഒപ്പോളുടെ ഭർത്താവ് അപ്പോട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ സഹോദരങ്ങളെ അത്രമാത്രം സ്വാധീനിച്ച ഒരാളാണ്. അത്ര ഭദ്രമായ ഒരു സാമ്പത്തിക സ്ഥിതി ആയിരുന്നില്ല ഞാൻ കുട്ടിക്കാലത്ത്. അച്ഛനും അമ്മയും അവരവരുടെ വീടുകളിലേക്ക് ചെലവ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. അതിനുശേഷം സമൃദ്ധി എന്ത് എന്ന് ഞങ്ങൾ അറിഞ്ഞത് ഒപ്പോൾക്ക് ബാങ്കിൽ ജോലി കിട്ടിയതിന് ശേഷമാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പറയുമ്പോൾ സമയം വൈകും എന്നുള്ളതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്തായാലും ഈ സമയത്ത് അപ്പോട്ടനും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇവിടെ കയറാൻ വേണ്ടി വലിയൊരു സഹായം ചെയ്തത് അപ്പോട്ടനാണ്. മാത്രമല്ല വലിയ ഉപദേശങ്ങളും അദ്ദേഹം തന്നിരുന്നു. ഒരു അധ്യാപകനാകുമ്പോൾ, ഒരു പ്രിൻസിപ്പൽ ആകുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ മുഴുവൻ വിസ്തരിച്ച് പറയാനുള്ള സമയമില്ല. മൂത്ത ഏട്ടൻ ജയറാം വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് ഇപ്പൊ ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ കാരണവര്. അദ്ദേഹം വലിയൊരു ബാഡ്മിന്റൺ പ്ലെയർ ആണ്. അത് വലിയൊരു റെഫറിയാണ്, നാഷണൽ ലെവൽ റെഫറിയാണ് ബാഡ്മിന്റണിൽ. ഇന്നും ചെറിയ ഒരാളായിട്ട്, എന്നേക്കാൾ ചെറിയ ഒരാളായിട്ട് കാണപ്പെടുന്ന ഞങ്ങളുടെ വലിയ സഹോദരൻ, വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ആൾ. ഞാൻ അങ്ങനെ പിന്നാലെ നടന്ന ശീലമാണ് ഞങ്ങൾക്കുള്ളത്. അദ്ദേഹവും ഭാര്യയും എഴുത്തിയമ്മ വന്നിട്ടുണ്ട്. മൂത്ത മകൾ അഞ്ജന വന്നിട്ടുണ്ട്. വളരെ ദൂരത്തു നിന്നാണ് ആ കുട്ടി വരുന്നത്. നമ്മളോടൊക്കെ ഞങ്ങളോട് അത്രമാത്രം അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നതാണ് ആ കുട്ടി വരുന്നത്. പിന്നെ ചെറിയ ഏട്ടൻ മധു, മാതൃഭൂമിയിൽ കുറെ കാലം ബോംബെയിൽ വർക്ക് ചെയ്തത്, ആ സ്ഥാപനത്തെ തന്നെ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയ ആള്. അദ്ദേഹം ഒരർത്ഥത്തിൽ എനിക്കൊരു മാതൃക കൂടിയാണ്. കാരണം എങ്ങനെ പ്രതിസന്ധി ഘട്ടങ്ങളെ വളരെ സധൈര്യം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് അദ്ദേഹം പഠിപ്പിച്ച ആളാണ്. യാദൃച്ഛികമായിട്ട് അദ്ദേഹം ഇന്ന് എത്തിയിട്ടുണ്ട്. ബോംബെയിലാണുള്ളത്, എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ സുജാത, കോട്ടക്കൽ ശിവരാമൻ നായർ എന്ന പ്രസിദ്ധനായ കഥകളി വേഷക്കാരന്റെ, അദ്ദേഹം മരിച്ചുപോയി, മകളാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇതെല്ലാം കഴിഞ്ഞാൽ ഇന്ന് എനിക്കിങ്ങനെ വളരെ സ്വതന്ത്രമായിട്ട് നടക്കാൻ എന്നെ സമ്മതിക്കുന്ന എൻ്റെ ഭാര്യ ഷീജ. എല്ലാവരും പറയാറുണ്ട് വീട്ടിലൊരു പണിയില്ല എന്ന് പറയാറുണ്ട്. എല്ലായിടത്തും കാണുമല്ലോ. പിന്നെ വീട്ടിൽ പണിയൊന്നുമില്ലേ? വീട്ടിൽ അങ്ങനെ കാര്യമായിട്ട് പണിയൊന്നുമില്ല. വേണ്ട പണികളൊക്കെ ഷീജ മാനേജ് ചെയ്തോളും. അതായത് എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ചെയ്യണം എന്ന് എനിക്കിങ്ങനെ ഉപദേശം തന്നുകൊണ്ടിരിക്കും. ഞാൻ അതൊക്കെ യാന്ത്രികമായിട്ട് ചെയ്യും. പെട്ടെന്ന് സ്കൂളിലേക്ക് എത്തും, മറ്റു കാര്യങ്ങളിലേക്ക് പോകും. ഇത്തരം സപ്പോർട്ട് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതെനിക്ക് ഇങ്ങനെയൊക്കെ ആകാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. മക്കള് ഒരാളാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ കണ്ണൻ എന്ന് വിളിക്കുന്ന കുട്ടി. മൂത്ത രണ്ടുപേരും ഇവിടെ ഇല്ല. അവർ ദൂരെ നിന്നിട്ട് കാണുന്നുണ്ടായിരിക്കും. അവർക്ക് ഇവിടെ എത്താൻ കഴിയാത്തതിൽ വിഷമമുണ്ട്. കണ്ണൻ ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഞങ്ങൾക്കൊരു അലോസരവും ഉണ്ടാക്കാതെ, പുതിയ കാലത്ത് നമുക്ക് എപ്പോഴും ആധിയാണ് മക്കളെക്കുറിച്ച്. എവിടെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു, ഏതെല്ലാം വഴികളിലൂടെ പോകുന്നു എന്നൊക്കെ പേടിയാണ്. ഇതൊന്നും ഇല്ലാതെ
വളരെ പക്വതയോടുകൂടി, പ്രായത്തേക്കാൾ കവിഞ്ഞ പക്വതയോടുകൂടി പോകുന്നു. ഇതാണ് എൻ്റെ വീടിൻ്റെ സ്ഥിതി. ഈ വീട് എന്നെ വളർത്തിയെടുത്തതിൽ വലിയൊരു പങ്ക് വഹിച്ചതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മാനേജ്മെൻ്റാണ്. എത്ര സ്വതന്ത്രമായിട്ടാണ് അവർ എന്നെ വിട്ടത് എന്നുള്ളതാണ്. പട്ടം പറക്കുമ്പോൾ ഒരു നൂല് താഴെ ഉണ്ടാവും, ഈ നൂലും കൂടി അവർ വിട്ടുകളഞ്ഞു. ഞാൻ അങ്ങനെ സ്വതന്ത്രമായിട്ട് പറക്കാൻ എന്നെ അനുവദിച്ചു എന്നുള്ളതാണ്. ഷീബ മേഡം ഇന്ന് പറഞ്ഞു +2 ഭാഗത്ത് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളത്. അത്രമാത്രം സ്വാതന്ത്ര്യം മാനേജ്മെന്റ് തന്നിരുന്നു. TR മുതൽക്ക് TRമായിട്ട് എനിക്ക് അത്ര അടുപ്പം ഉണ്ടായിരുന്നില്ല, ദൂരേന്ന് കാണുന്നൊരു അടുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഷെനി മേഡം മാനേജറായി. ആര് വന്നാലും, ആരെല്ലാം മാനേജർ സ്ഥാനത്ത് വന്നാലും എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു. ഞാൻ പറഞ്ഞ ഒരു കാര്യത്തെയും തട്ടിക്കളഞ്ഞിട്ടില്ല. വളരെ ഒരു എന്താ പറയുക, അത്രമാത്രം സ്വാതന്ത്ര്യം എടുത്താണ് ഞാൻ അവരോട് സംസാരിച്ചിട്ടുള്ളത്. ഒരു കാര്യം കൂടി ഓർക്കേണ്ട, സജീവേട്ടൻ ഇവിടെ ഉണ്ട്. 98 ഹയർ സെക്കൻഡറി വന്നപ്പോൾ നേരത്തെ മേഡം പറഞ്ഞു ടിയാ കുഞ്ഞികൃഷ്ണൻ മരിച്ചു. ആ സമയത്ത് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വിഷമിച്ചിരുന്ന ഞങ്ങളെ കൈ പിടിച്ചുയർത്തിയത് സജീവേട്ടനാണ്. ഈ സ്കൂളിന്റെ മുന്നോട്ട് പോക്കിൽ മർമ്മപ്രധാനമായിട്ട് റോൾ അദ്ദേഹത്തിനുണ്ട്. ഞാൻ റിട്ടയർ ചെയ്യുന്ന വർഷം അദ്ദേഹം തന്നെ വീണ്ടും ഈ സ്ഥലത്ത് എത്തി എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അതൊരു ആകസ്മികമായിട്ടുള്ളൊരു വലിയ സുന്ദരമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു കാര്യം, PTA എന്ന് പറയുന്നത് ഇപ്പോഴത്തെ PTA പ്രസിഡന്റ് സതീഷ്, ഏത് തിരക്കിനിടയിൽ ഓടി വരുന്ന സതീഷ് എൻ്റെ ശിഷ്യൻ കൂടിയാണ്, എൻ്റെ ജഗദീഷിൻ്റെ ശിഷ്യൻ കൂടിയാണ്. തൊട്ട് മുൻപത്തെ വർഷം വരെ രാമൻകുട്ടി എന്ന ഒരാളായിരുന്നു.